എൻ്റെ പേര് ബീന. ഞാൻ വാലില്ലാപ്പുഴ ഇടവകയിൽ നിന്ന് വരുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് യൂട്യൂബിലാണ് എൽ റുഹ ധ്യാന കേന്ദ്രത്തെപ്പറ്റി അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ അതിൽ അത്ഭുത ജപമാല ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കാലമായി ആയിട്ടുള്ളൂ ഞാൻ അറിഞ്ഞിട്ട്. അതിനുശേഷം അപ്പം അതിൽ പറഞ്ഞായിരുന്നു സെക്കൻഡ് സ്റ്റഡ് അഴിച്ച് വെച്ച് ധ്യാനത്തിൽ കൂടിയാൽ നമുക്ക് രോഗശാന്തി കിട്ടും, നമുക്ക് കുറേ അനുഭവങ്ങളുണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ സെക്കൻഡ് സ്റ്റഡ് അഴിച്ചു വെച്ചിരുന്ന വന്നത്. ഞാൻ ഈ കോമ്പൗണ്ടിൽ കടന്നപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഒരു ആശ്വാസം, ഒരു ഭയങ്കര ഒരു അനുഭൂതി ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ 3-4 ഞായറാഴ്ചയാണ് വന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ച രാവിലെ, ബുധനാഴ്ച വൈകുന്നേരം കിടന്നപ്പോൾ ഞാൻ ഒത്തിരി ഓർത്തു, ദൈവമേ എൻ്റെ പേരും മാത്രം അച്ഛൻ വിളിച്ച് പറഞ്ഞില്ലല്ലോ. ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് തറയിൽ കയറി ഈശോയുടെ നാമത്തിൽ എനിക്കൊരു നന്ദി പറഞ്ഞിട്ട് പോകാനൊരു അവസരം തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ ബുധനാഴ്ച രാത്രി കിടന്നത്. വ്യാഴാഴ്ച വൈകുന്നേരത്തെ സ്തുതിപ്പിലാണ് എനിക്ക് രോഗശാന്തിയും കിട്ടിയത്. പിന്നെ രോഗശാന്തി എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ ഷോൾഡർ പൊക്കാൻ മേലാത്ത അവസ്ഥയായിരുന്നു. ഷോൾഡർ തീരെ പൊക്കാനും ഒരു ഗ്ലാസ് പോലും എടുത്ത് വെള്ളം കുടിക്കാൻ പോലും മേലാത്ത അവസ്ഥയിലായിരുന്നു. ആരാധനയിലാണ് അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു, ഷോൾഡർ പെയിൻ ഉള്ള ഒരു വ്യക്തിയെ ഈശോ സുഖമാക്കുന്നു. 10-12 വർഷമായിരുന്നു ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ആരാധനയിലാണ് അച്ഛൻ വിളിച്ചു പറഞ്ഞു. അപ്പം എനിക്ക് തീർത്തും അനുഭവപ്പെടുകയും ചെയ്തു. ഞാൻ പിന്നെ പൊക്കി നോക്കിയത് ഞാൻ നന്നായിട്ട് സ്തുതിച്ചു പാടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. എനിക്ക് ഷോൾഡറിന് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ 17 വർഷമായിരുന്നു എനിക്ക് നടുവേദനയായിട്ട് കൂടിയും കുറഞ്ഞും ഇരുന്നു. ചികിത്സിക്കാതെ ഒരു സംഭവമില്ല. അതുപോലെ തന്നെ എനിക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം സുഹൃത്തുക്കളും വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു, എന്തായാലും ഓപ്പറേഷൻ ചെയ്യണ്ട, അല്ലാതെ തന്നെ നമുക്ക് പ്രാർത്ഥിച്ച് മാറാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സിച്ച് മാറാമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഇരുന്നത്. ഞാൻ ഒത്തിരി അധികം ചികിത്സ നടത്തിയിരുന്നു. അതിൽ നിന്നും എനിക്കൊരു സുഖവും കിട്ടിയില്ല. കുറച്ച് കുറയും, പിന്നെ അതുപോലെ തന്നെ ഉണ്ടാവും. ഇപ്പം എനിക്ക് പരിപൂർണ്ണ സുഖം കിട്ടിയിട്ടുണ്ട്. ഞാൻ കുനിഞ്ഞും നിവർന്നും മുട്ട നിന്നും എല്ലാ തലത്തിലും ഞാൻ ദൈവത്തെ സ്തുതിച്ചാണ് ഞാൻ ഈ ധ്യാനത്തിൽ പങ്കെടുത്തത്. ആരാധനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു, 17 വർഷമായി ഒരു നടുവേദനയായ ഒരു സ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തുന്നെന്ന് അച്ഛൻ ആരാധനയിലൂടെ വിളിച്ചു പറഞ്ഞു. അത് ഞാനായിരുന്നു. എനിക്ക് പരിപൂർണ്ണ സുഖം കിട്ടി. അതുപോലെ തന്നെ മരിച്ചുപോയ ഒരാളുടെ ഫോട്ടോ രൂപക്കൂടിൻ്റെ അടുത്ത് വെച്ചിട്ട് ഉള്ളൊരു വീടിനെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അതും ഞാൻ തന്നെയായിരുന്നു, എൻ്റെ വീട് തന്നെയാണ്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ രൂപക്കൂടിൻ്റെ അടുത്ത് വെച്ച് എന്നും ഈശോയോട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനോടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് തെറ്റാണെന്നാണ് അച്ഛൻ വെളിപ്പെടുത്തി കൊടുത്തത് ഈശോ. അപ്പോൾ അത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, അത് ഞാൻ തന്നെയായിരുന്നു. പിന്നെ ഒത്തിരി വിഷമത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. പിന്നെ ഞാൻ ഈ മരിച്ചുപോയ ആളുടെ സാധനങ്ങൾ മുഴുവൻ സൂക്ഷിച്ചു വെച്ചിരുന്നു, ഒന്നും നശിപ്പിക്കാതെ. അതും ശരിയല്ല, അതും പാടില്ല എന്നാണ് അച്ഛന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. അതും പിന്നെ കൃത്യമായി തന്നെ അച്ഛനത് പറഞ്ഞു. അതുപോലെ തന്നെ അത് നശിപ്പിച്ച് കളയണം, അത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് പിന്നെ ആ ആത്മാവിനെ ദൈവത്തിന് വിട്ടുകൊടുക്കുക, നമ്മൾ ആ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇനി വേണ്ടതെന്നാണ് പറഞ്ഞത്. അത് അങ്ങനെ തന്നെ ഞാൻ ചെയ്തു. ഇപ്പം എനിക്ക് തന്നെ ഒരു മനസ്സിന് സുഖം കിട്ടുന്നുണ്ട്. മറ്റേത് എപ്പോഴും ഒരു ഓർമ്മയും വിഷമവും കരച്ചിൽ തന്നെയായിട്ട് ഞാൻ നടക്കുകയായിരുന്നു. അതുപോലെ ഞാൻ ഒത്തിരി വിഷമിച്ചാണ് ഈ ആലയത്തിലേക്ക് കയറി വന്നതും. ഇപ്പം ഞാൻ നല്ല പരിപൂർണ്ണ സന്തോഷത്തോടെ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നല്ല ധൈര്യത്തോടു കൂടിയാണ് ഞാൻ ഈ ആലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോടുന്നത്. എനിക്ക് ഒത്തിരി നന്മ തന്ന ഈശോയ്ക്കും മാതാവിനും അന്തോനീസ് പുണ്യാളനും ഞാൻ എൻ്റെ നന്ദി